നോൻപുകാലത്തിലെ ദീപ്തമായ ഒരു ചിത്രം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ചിത്രമാണ്. കുരിശിൽ പിടയുന്ന ക്രിസ്തു, വെള്ളത്തിനായിട്ട് ദാഹിക്കുന്ന ക്രിസ്തു. എന്നെ ചിന്തിപ്പിച്ചൊരു പുസ്തകമുണ്ട്, ഫിലിപ്പിയാൻസ് എഴുതിയ ഞാൻ അറിയാതിരുന്ന ക്രിസ്തു എന്ന പുസ്തകം. അവൻ വേദനയോടെയാണ് അത് എഴുതുന്നത്, മനസ്സിൽ നൊമ്പരമുണ്ട് അത് എഴുതുമ്പോൾ. കാരണം കുഞ്ഞുനാളിലൊക്കെ അവന് അറിയാവുന്ന സമയം വരെയൊക്കെ മിക്കവാറും അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ള അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന, രോഗസൗഖ്യപ്പെടുത്തുന്ന, അന്ധന് കാഴ്ച നൽകുന്ന ക്രിസ്തുവിനെ കുറിച്ച്. അതാണ് അവന് വായിക്കാൻ ഇഷ്ടപ്പെട്ടത്. പിന്നീടാണ് അവൻ ക്രിസ്തുവിനെ, പിടയുന്ന ക്രിസ്തുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ, കുരിശ് വഹിച്ച ക്രിസ്തുവിനെ അവൻ വായിച്ചു തുടങ്ങിയത്. അതവൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി. അവൻ അറിഞ്ഞില്ലല്ലോ, അവൻ എഴുതി വയ്ക്കുന്ന അങ്ങനെ, ഞാൻ ഈ ക്രിസ്തുവിനെ അറിഞ്ഞില്ലല്ലോ. പിന്നെ ജീവിതം മാറിയെന്നാ പറയുക. പിടയുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്നൊരു സുഖമാണ് ഫിലിപ്പിയാൻസ് പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ അച്ചമ്പട്ടത്തിൻ്റെ ഫോർമേഷൻ സമയത്ത് തിയോളജിയിൽ ഇതിന് മറ്റൊരു മുഖം നൽകിയത് മാർട്ടിൻ എന്ന ഒരു സഹോദരനാണ്. അച്ഛന്മാരെ ശുശ്രൂഷിക്കാനാണ് വന്നത്. എത്ര മനോഹരമായിട്ടാണ് മാർട്ടിൻ അച്ഛന്മാരൊക്കെ കരങ്ങളിലെടുത്ത് ക്രിസ്തുവിനെ എടുക്കുന്നത് പോലെ എടുത്ത് അച്ഛന്മാരെ കുളിപ്പിച്ച് മരുന്ന് വെച്ച് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. അത്രയും വിശുദ്ധിയോടെ. പലപ്പോഴും ഞങ്ങൾക്ക് അതൊരു ചലഞ്ചായിരുന്നു, ഒരു വെല്ലുവിളിയായിരുന്നു, ശുശ്രൂഷയുടെ വെല്ലുവിളി. അതിന് മറ്റൊരു ഭാവം ഞങ്ങൾ വായിച്ചെടുക്കുന്നത് കൽക്കട്ടയിലെ മദർ തെരേസയിലാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ഒരു സിസ്റ്റർ കൽക്കട്ട തെരുവീതിൽ കണ്ട പാവങ്ങളുടെ കൂടെ ക്രിസ്തുവിൻ്റെ പിടയുന്ന മുഖം കണ്ടപ്പോൾ, ക്രിസ്തു ദാഹിക്കുന്നത് അനുഭവിച്ചപ്പോൾ സാരി ഉടുത്ത് പാവങ്ങളോട് ചേർന്ന് ശുശ്രൂഷയുടെ യാത്ര തുടർന്നു. അവൾ പറഞ്ഞ്, ഞാനിങ്ങനെ സ്പർശിക്കുമ്പോഴും സൗഖ്യപ്പെടുത്തുമ്പോഴൊക്കെ ആ ദാഹിക്കുന്ന ക്രിസ്തുവിന് വെള്ളം കൊടുക്കുകയാണ്. പിന്നെ ഒന്നും ഭയപ്പെടാതെ അവൾ ശുശ്രൂഷയുടെ യാത്ര തുടങ്ങി. ഈ നോൻപുകാലത്ത് നമ്മുടെയും ഒരു പ്രാർത്ഥനയും വെല്ലുവിളി ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രായമായവരുടെ കൂടെ ഇരിക്കാൻ, ഒന്ന് ശുശ്രൂഷിക്കാൻ, ഒന്ന് കേൾക്കാൻ, അല്പം കൂടി സ്നേഹിക്കാൻ നമുക്കാവട്ടെ എന്നാണ് പ്രാർത്ഥന. അത് ചെയ്തു തുടങ്ങിയാൽ ഈ നോൻപുകാലം മനോഹരമാവും. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.